ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും മറ്റൊരു മനോഹരമായ ഒരു വിഭവമായിട്ട് ഞാൻ വരികയാണ്. ഇതൊരു സ്വീറ്റാണ്. ഇതെല്ലാവരും ചോദിക്കുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രായഭേദമന്യേ, ചെറിയ കുട്ടികളൊന്നുമില്ല, വലിയ ആൾക്കാരൊന്നുമില്ല, പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കും വലിയ ഇഷ്ടമാണ്. എന്താണല്ലേ, നിങ്ങളെപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യം തന്നെയാണ് കപ്പലണ്ടി മിഠായി. അപ്പോൾ കപ്പലണ്ടി മിഠായി, കടല മിഠായി എന്നൊക്കെ പറയില്ലേ, പണ്ട് കാലത്തോട്ടുള്ളൊരു സാധനമാണ് കപ്പലണ്ടി മിഠായി. അതിങ്ങനെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇപ്പോഴല്ലേ ഈ പാക്കറ്റിലൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കുപ്പിക്കകത്ത്, കണ്ണാടി കുപ്പിക്കകത്ത് ഇങ്ങനെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ പീസസ് ആയിട്ട് ഇട്ട് വെച്ചിരിക്കാറില്ലേ, അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും കിട്ടുന്ന കാര്യമാണ്. ചിക്കി എന്ന് പറയും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാലും ഉണ്ട്. അത് പല ടൈപ്പ്, ഇപ്പോൾ ഒരുപാട് വേരിയൻസ് വന്നിട്ടുണ്ട് ചിക്കിയിൽ. പിന്നെ അതായത് ഇങ്ങനെ കപ്പലണ്ടി ഇങ്ങനെ തന്നെ അല്ലാതെ കുറച്ച് പൊടിച്ചിട്ട് തരി ആയിട്ടാക്കിയിട്ട് അങ്ങനത്തെ ചിക്കീസ് ഉണ്ട്. ഇതുപോലെ കപ്പലണ്ടി മിഠായി, അങ്ങനെ ഡിഫറെൻറ്റ്. പണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് ഞാൻ കോവിൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അത് ഈ കപ്പലണ്ടി മിഠായികളുടെ സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലാർജ് സ്കെയിലായിട്ട് കോവിൽപ്പെട്ടിയിലെ കപ്പലണ്ടി മിഠായി എന്ന് പറഞ്ഞാൽ വെരി വെരി ഫേമസ്. അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും ഇത് കൊണ്ടുപോകുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ മേക്കിങ്ങും എല്ലാം ഒന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. നല്ല രസമാണ്. കുഞ്ഞൊരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെയാണ് കുടിൽ വ്യവസായം. അവിടെ ആയിട്ട് ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കടകളുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതല്ല ഒരു മേക്കിംഗ് പ്ലേസ് ആണ്. ഇത് ഉണ്ടാക്കുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ്, വലിയ ഫാക്ടറി ഒന്നുമല്ല, ചെറിയ ചെറിയ വീടുകളുടെ ഉൾഭാഗങ്ങളിൽ. അതൊരു നല്ല അനുഭവമായിരുന്നു അന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കപ്പലണ്ടി മിഠായിയാണ് ഉണ്ടാക്കാൻ പോണത്. എനിക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവരും കഴിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ മിഠായി വാങ്ങിക്കാൻ കയറുമ്പോൾ കപ്പലണ്ടി മിഠായി മസ്റ്റായിട്ട് വാങ്ങുന്നൊരു കാര്യം. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഞാൻ അവിടെ കണ്ടത് എന്തായാലും ശർക്കരയിൽ ഉണ്ടാക്കുന്ന കപ്പലണ്ടി മിഠായി തന്നെയാണ്. ചിലരൊക്കെ പഞ്ചസാരയിലും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഈ ട്രഡീഷണലായിട്ട് ശർക്കര തന്നെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ശർക്കര തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഒരല്പം പഞ്ചസാരയും കൂടി അതിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല ഇനം കപ്പലണ്ടി മേടിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. കപ്പലണ്ടിയുടെ സ്വാദാണല്ലോ. അപ്പോൾ ഈ കപ്പലണ്ടി വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ സൈസ്, ഒരു പിങ്ക് തൊലിയുള്ളതൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതാണ്. പക്ഷേ അതാണെങ്കിൽ വാങ്ങിച്ചിട്ട് പച്ചക്കപ്പലിൻ്റെയാണ് വാങ്ങിച്ച് നന്നായിട്ട് വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഇപ്പോൾ തൊലി ഇല്ലാണ്ടും കിട്ടുന്നുണ്ട്, അതായത് സ്കിൻ മാറ്റിയത്. വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അതും നല്ല ഇനം വാങ്ങിയെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ സ്കിൻ ഇല്ലാത്തതാണ് ഇരിക്കുന്നത്, പക്ഷേ ഇതല്പം വലുതാണ് ഇരിക്കുന്നത്. ഇത്രയും വലുത് തന്നെ വേണമെന്നില്ല, ഇതിൽ ചില പീസസൊക്കെ ഭയങ്കര വലുതാണ്. എന്നാലും സാരമില്ല, നമുക്കിതിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ രണ്ടായിട്ട് പിളർന്നതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വറുക്കുകയാണെങ്കിലും അത് കുറേയൊക്കെ കഴിയുമ്പോൾ, ആ വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പിളർന്ന് വരും. എളുപ്പമാണ്, കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. അതിൻ്റെ തോട് കളയുന്ന സമയത്താണെങ്കിൽ ഈസി ആയിട്ട് പിളർന്ന് വരും. ഇതതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏതാണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കപ്പലണ്ടി ആണെങ്കിലും ഇതുപോലെ വറുത്ത കപ്പലണ്ടി ആണെങ്കിലും വറുത്തതാണ് സത്യത്തിൽ, വിത്തൗട്ട് സോൾട്ട്. ഇതാണെങ്കിലും നമ്മൾ ഒന്നുകൂടി ഒന്ന് വറുക്കണം, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം അത് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് കപ്പലണ്ടിയാണ് അളന്നെടുത്തിരിക്കുന്നത്. നമ്മുടെ 240 ml കപ്പിലാണ് ഞാൻ എല്ലാം അളക്കുന്നത്. നിങ്ങൾ 250 ml കപ്പാണെങ്കിലും കുഴപ്പമില്ല. ആ സെയിം കപ്പ് തന്നെ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുക. അതല്ല ഇനി ചായ കപ്പാണ്, സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൽ 2 കപ്പ് കപ്പലണ്ടി ഏത് കപ്പിലാണോ എടുക്കുന്നത് അളന്നു കഴിഞ്ഞാൽ അതേ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര ചീകിയതും എടുക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രപ്പോർഷൻ. ഓക്കെ, അതിനോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് റെഡിയാണ്. ഇനി വറുത്തെടുക്കുക. അപ്പോൾ ഡ്രൈ ഫ്രൈ ആണ്, എണ്ണയൊന്നും ഇട്ടല്ല വറുക്കുന്നത്. ഇടത്തരം തീയിൽ, അതായത് മീഡിയം ഹൈ ഫ്ലെയിം ആണെങ്കിലും കുഴപ്പമില്ല, ഒരു മീഡിയം എന്ന് പറയാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വറുത്തെടുക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. നമ്മളിനി കപ്പലണ്ടി മിഠായിയൊന്നും പുറത്തൊന്നും വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷവും. കുപ്പിയിലോ ഡബ്ബയിലോ ഒക്കെ അടച്ച് വെച്ചാൽ മതി. ഈസി വർക്ക്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പമാണെന്ന്. ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ പാകം ഒന്ന് കറക്റ്റ് ആയാൽ മാത്രം മതി. നമ്മൾ ശർക്കര ഒഴുക്കുന്നതിൻ്റെ പാകം അത്രേ ഉള്ളൂ, സിമ്പിൾ. എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പലണ്ടി കുറച്ച് വലുതായിപ്പോയി, പക്ഷേ സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ കുറച്ചുകൂടെ ചെറിയ കപ്പലണ്ടി ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല, ഒത്തിരി വലുതാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ മൂക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കപ്പലണ്ടി മിഠായി വലിയ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് കൈയോടെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നു. അല്ലെങ്കിൽ ഈ ചട്ടിക്കൊരു ചൂടുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും അത് മൂത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ, നിരത്തി വയ്ക്കാം. ഓക്കെ, അങ്ങനെ കപ്പലണ്ടി വറുത്ത് ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചല്ലോ. അപ്പോൾ ആ ജോലി കഴിയും. ഇനി എന്താണ് അടുത്തത്? നമ്മൾ ശർക്കര ഉരുക്കൽസ്. അപ്പോൾ ശർക്കരയുടെ അളവ് ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അളന്ന് ചീയെടുത്താണ്.
ശർക്കര കുളത്തിൽ കൈയേറ്റാൽ നക്കാത്തവരാരുമില്ലാതെ പറയുന്നത്. ശർക്കര കാണുമ്പോൾ നമുക്കറിയാതെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് 1 കപ്പ്. അപ്പോൾ നല്ല മണ്ണില്ലാത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല, മണ്ണോ അഴുക്കൊന്നുമില്ല. ഇത് ഒരുപാട് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ അത് വെള്ളം ഒഴിച്ച് അരിച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഴുക്കെല്ലാം മാറ്റി അങ്ങനെ എടുക്കുകയാണെങ്കിൽ പിന്നെ കുറേ നേരം എടുക്കും വറ്റി കിട്ടാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് അഴുക്കുള്ള ശർക്കര ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നല്ല ശർക്കരയായിരുന്നു, അപ്പോൾ അത് ഞാനിത് ഇതിലേക്ക് ഇടുകയാണ്. ഓക്കെ, നോക്കിക്കോളൂ. ഇത് 1 കപ്പ് ശർക്കരയും. അപ്പോൾ ശർക്കര ഇട്ടു. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇനി അതിലേക്ക് വെള്ളം 5 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇത് രണ്ടും കൂടി കിടന്നൊന്നിച്ച് മെൽറ്റായി. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു കുറുകി, ഒരു നൂൽ പാകം എന്നുള്ളതല്ല, അതിനെക്കാട്ടിലൊരല്പം കൂടി ടൈറ്റ് ആകണം. അത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പാകം, അതാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പാകം, ആ ഒരു പാകം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ ഉരുക്കുക. ഇനി ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇനി എല്ലാം ഫാസ്റ്റ് ആയിരിക്കും. അതായത് ശർക്കര ഉരുകി ആ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂട്ടിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അത് ഏത് മോൾഡിലാണോ അല്ലെങ്കിൽ ഏത് തട്ടത്തിലാണോ വെക്കുന്നത് അതിലേക്ക് അങ്ങ് മാറ്റണം. അപ്പോൾ ഇപ്പോൾ തട്ടത്തിലൊക്കെ വെക്കുന്നതാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ എളുപ്പം തന്നെ ഒരു ട്രേയിലോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോ വല്ല ഒരു അലൂമിനിയം ഫോയിലാകാം, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ബട്ടർ പേപ്പറാകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അതിങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ അലൂമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഐദർ എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്താണെങ്കിലും കുഴപ്പമില്ല, അതല്പം ഒന്ന് തടവിടാം. ഞാനിപ്പോൾ ഒരു അല്പം നെയ്യ് തടവാന്ന് വിചാരിക്കുന്നു. എണ്ണയായാലും മതി കേട്ടോ, ഏതെങ്കിലും ന്യൂട്രൽ. ഇതിൻ്റെ മേളിലാണ് നമ്മൾ കപ്പലണ്ടി മിഠായി നിരത്താൻ പോകുന്നത്. അപ്പോൾ അതിന് എവിടെയെല്ലാം എത്തുമോ ആ ഭാഗത്തേക്ക് കണക്കാക്കിയിട്ട് ഇങ്ങനെ നല്ലതായിട്ട് പുരട്ടി വയ്ക്കും. അപ്പോൾ നല്ലതായിട്ട് ഇളകി വരും. ഇനി വേണ്ടത് ഒരു റോളർ പിന്നാണ്. റോളർ പിന്നിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ലേ, ആ കാര്യം അതിനും ഒരല്പം തടവി വയ്ക്കുക. ഓക്കെ, ഇതുമൊക്കെ നെയ്യ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ ശർക്കര ഉരുകി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാകമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വയ്ക്കുക. കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ്. അതിലിങ്ങനെ നമ്മൾ ഒരല്പം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ 2-3 സ്റ്റേജസ് ഉണ്ട്. സോഫ്റ്റ് ബോൾ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞത്. ഇതേ സോഫ്റ്റാണ്, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോ, നമുക്കിങ്ങനെ എടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന അവസ്ഥയാണ്. അപ്പം ഇതല്ല, ഇച്ചിരി കൂടെ ആകണം. ഇത് പെട്ടെന്നാകുന്നൊരു കാര്യമാണ് കേട്ടോ. അത് ആ ശർക്കരയുടെ പാകം റെഡി ആയി കഴിഞ്ഞാൽ ഓക്കെ, ഇതും സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇത് ഞാൻ ഈ ഭാഗത്തേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഫാസ്റ്റായിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഒഴിക്കേണ്ടത്. ആ ഒരു സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം വെച്ചിരുന്നാൽ കട്ടിയാകും. പിന്നെ നമുക്ക് അങ്ങോട്ട് പരത്താനോ ഷേപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവിടെയാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഇരിക്കുന്നത്. വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഒഴിച്ച് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒരു നൂലിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇച്ചിരി അല്പം ഇത് വീഴുന്നതാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. അത് നോക്കിക്കോളൂ. ഇനി വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകണു. വാട്ടർ ടെസ്റ്റ്. വാട്ടർ ടെസ്റ്റിൽ പാസ്സാകുമോ എന്ന് നോക്കട്ടെ. ഇല്ല, ഇപ്പോഴും ഒരു സോഫ്റ്റ് ബോൾ സ്റ്റേജിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്. മറ്റങ്ങനെയല്ല, കുറച്ച് കല്ല് പോലെയാകും. തറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കല്ലെറിയുന്ന പോലെയുള്ളൊരു ശബ്ദവും കേൾക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സ്റ്റേജസ് ഒക്കെ സോഫ്റ്റ് ബോളാണ്. അപ്പം ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കയ്യിലെടുത്ത് ഉരുട്ടി തറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കല്ലെറിയുന്ന പോലെയുള്ളൊരു ശബ്ദം കേൾക്കും. അതാണ് വേണ്ടത്. ഹാർഡ് സ്റ്റേജ്. എന്നാൽ ഒരുപാട് ഹാർഡല്ല, പക്ഷേ ഇതൊരു ഹാർഡ് സ്റ്റേജാണ്. അങ്ങനെ ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഏകദേശമായി വരുന്നു എന്ന് പറയാം. ദേ ഇങ്ങനെ വീഴുന്നുണ്ടോ, ഡ്രോപ്പായിട്ട് മുറിഞ്ഞ് വീഴും. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നോക്കിക്കോളൂ. അതിൻ്റെ ടെസ്റ്റ് ഇങ്ങനെ ആയിരിക്കട്ടെ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. തീ ഒരല്പം ഞാൻ കുറയ്ക്കാൻ പോകുന്നു. കാര്യം നമ്മൾ നോക്കുന്ന സമയം കൊണ്ട് ഇത് ഓവറായിട്ട് മോരിയാനും പാടില്ല. പെർഫെക്റ്റായി എന്നാണ് തോന്നുന്നത്. ആയി. ഇത് ഉരുണ്ട് ബോൾ പോലെയായി. മാത്രമല്ല ഇവിടെ തറയിൽ ശബ്ദം കേട്ടോ, ഒരു സൗണ്ട്
ദിസ് ഇസ് ദ സൗണ്ട്. ഒരു കല്ലെറിയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആകും. അയ്യോ, ആയി കല്ലെറിഞ്ഞ പോലെയായി. ഇനി നോക്കാനില്ല, തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അത് ബാക്കി കൂടി പാകത്തിനല്ല. അപ്പോൾ ഇത് വളരെ ചെറിയ രീതിയിലേക്ക് മാറ്റിക്കൊള്ളണം. ഇങ്ങനെ ടെസ്റ്റിംഗ് ടൈമിൽ അതിവിടെ കപ്പലണ്ടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇത് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത്രേ ഉള്ളൂ. മിക്സിങ് പ്രോപ്പർലി ചെയ്യണം. എല്ലാ കപ്പലണ്ടിയും എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ. ഓക്കെ, ആയിക്കഴിഞ്ഞു. ഈ ചൂടോടുകൂടി തന്നെ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇച്ചിരി ഒന്ന് ഇത് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ വച്ചിരുന്നില്ലേ നെയ്യ് തടവിയ ആ ഒരു പലകയല്ലേ എന്താണ് നമ്മൾ ചപ്പാത്തിയുടെ റോളർ, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ അതിൽ നെയ്യ് തടവുന്ന ഇങ്ങനെ നമുക്ക് റോൾ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈവനായിട്ട് എല്ലാത്തിൻ്റെയും ഷേപ്പ് ഒരുപോലെ കിട്ടും. വണ്ണമൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഭാഗം ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് സൈഡ്സും കൂടി ഒന്ന് അപ്പോൾ ഇച്ചിരി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ വരുന്നതിന് നമ്മൾ രണ്ടാമത് ആ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. ഇപ്പം ഇച്ചിരി ചൂടോടുകൂടി ചെയ്യുന്നതുകൊണ്ട് അതിന് ഇച്ചിരി കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഒരു സ്റ്റേജിൽ, പ്രശ്നമില്ല. അപ്പോൾ ഒരുപോലെ നിരത്താൻ പറ്റുമല്ലോ ഇങ്ങനെ ഈ റോൾ പിന്നിൻ്റെ സഹായത്തോടു കൂടി. ഇനി ഇത് തണുക്കാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി ഒന്ന് തണുത്ത് തുടങ്ങുമ്പോൾ അതിലിങ്ങനെ വരഞ്ഞ് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നാലേ അത് പെട്ടെന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കപ്പലണ്ടി മിഠായി കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ ഈസി ആയിട്ട്. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു കത്തി എടുത്തിട്ട് അതിലും ഇച്ചിരി നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവിയിട്ട് വേണം ചെയ്യാൻ. ഒരുപാടങ്ങ് തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ചെയ്യണം. അപ്പോൾ ഈ എൻഡിനെയൊക്കെ ഞാനൊരു കാര്യം ചെയ്യാൻ പോണു, ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിനെ ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഇവിടെ നിന്നിട്ട് കപ്പലണ്ടി മിഠായി ഏത് സൈസാണ് വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ മുറിക്കുന്നില്ല, പക്ഷേ അതൊരു ഷേപ്പിംഗ് ആണ്. ഇപ്പോഴാകുമ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ട് ഇരിക്കുമല്ലേ, ചെറിയ ചൂട് കൊണ്ട് അതൊന്നും നമുക്കിങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്. എൻഡ് പീസ് ഇതൊക്കെ ഔട്ട്സ്കേർട്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ എക്സ്ട്രാ ടേസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഈ സൈഡൊക്കെ കണ്ടില്ലേ, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ, ഓൾറെഡി ഡിസൈൻഡ്. ഓക്കെ ഫൈൻ, ഇത്രയായി കഴിയും. ഇനി ഒന്നും ചെയ്യാനില്ല. അങ്ങനെ നമ്മളുടെ കപ്പലണ്ടി മിഠായി അഥവാ ചിക്കി കടല മിഠായി സെറ്റാക്കി വെച്ചിരിക്കുവാണ്. ഇനി ഇത് തണുക്കാനുള്ളൊരു സമയം. ഇപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഫാനിൻ്റെ താഴെ വെക്കാൻ പോവാണ്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആവാനായിട്ട്. അല്ലെങ്കിൽ നാച്ചുറൽ കോഴ്സിലാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ചെയ്യാമല്ലോ, ബാക്കി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇത് തണുത്ത് സെറ്റാകും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഉടനെ കാണിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാനിത് ഫാൻ ഇരിക്കുന്ന മുറിയിൽ മറ്റേ മുറിയിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫാൻ ഇടാൻ പാടാ, മറ്റേ കിച്ചണിൽ വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇളക്കി കാണിക്കും. ടിക്ക് എന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. തണുപ്പല്ലേ, ഫാസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ പാകം പ്രൊപ്പോർഷൻ ഇതുപോലെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം. ഒരു 1/4 കിലോ ആ കണക്കല്ല ഞാൻ പറയുന്നത്, 1/4 കിലോ 1/2 കിലോ. ഇപ്പോൾ 1/2 കിലോ അങ്ങനെ വേണ്ട, അതിന് പകരം നമുക്കിപ്പോൾ 2 കപ്പ് കപ്പലണ്ടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഫുൾ ശർക്കര ചീകിയതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ കപ്പ് ഏതാണെങ്കിലും കുഴപ്പമില്ല, 240 ml 250 ml, അതല്ലെങ്കിൽ നിങ്ങൾ ചായ ഗ്ലാസ്സോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് എന്താണെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും ആ കപ്പിൽ തന്നെ 2 അളക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എണ്ണ തടവി വേണമെങ്കിലും ചെയ്യാം, നെയ്യിലും ചെയ്യാം. അപ്പോൾ ഞാൻ നെയ്യ് തടവിയത് കൊണ്ട് അതിന് വേറൊരു നല്ലൊരു മണം കിട്ടില്ല. പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഫ്ലേവറിന്. ഇത് ഞാൻ കൊണ്ട് വയ്ക്കാൻ പോവാണ്, തണുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം തണുക്കാൻ വെച്ചിരുന്ന കാര്യം തിരിച്ചെടുത്തിട്ട് വന്നില്ല. അപ്പോൾ എൻ്റെ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം തീർത്തിട്ടാണ് വന്നിരിക്കുന്നത്.
ഇനി എന്താണെന്ന് നോക്കൂ. അതെ, ഇപ്പോൾ ഒരുവിധമൊക്കെ തണുത്തു. ഇനി ഇത് നമുക്കിപ്പോൾ ഇളകി വരുന്നു. ഈ ഒരു പേപ്പറിൽ നിന്നും ഇളക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഫോയിൽ പേപ്പറിൽ നിന്ന് മാറ്റാം. സൈഡിലിരുന്ന് എല്ലാം ഇളകി വീഴുന്നത് ചെറിയ പീസസ് കാണുന്നുണ്ടല്ലോ. സൈഡ് ഇങ്ങനെ ഇളക്കുമ്പോൾ പിന്നെ വരും. ഇത് ഞാൻ ഒരു സൈഡ്സ് വൃത്തിയാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരുന്നു. ഇനി മെയിൻ പോർഷൻ ഓൾമോസ്റ്റ് തണുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓ, വലിയ വലിയ സ്ക്വയർസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നോക്കി, അയ്യോ, സാധാരണ ഇതാണ് സൈസ് അല്ലേ? ഞാൻ ഇച്ചിരി വലുപ്പത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മറുഭാഗം ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി. ഇത് ഓപ്പോസിറ്റ് സൈഡ് നമ്മളിങ്ങനെ ഈ അലുമിനിയം ഫോയിലിൽ ഇരുന്ന ഭാഗം ഇങ്ങനെയും അപ്പർ പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ. അപ്പോൾ നല്ല കരുകരുപ്പുണ്ടെന്ന് മനസ്സിലായില്ല. ഒടിച്ചെടുക്കുന്ന കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റാൻ പോകുന്നു. ഇത് നമുക്ക് വെറുതെ കഴിക്കാം. ഓക്കെ, വെറുതെ കഴിക്കാനുള്ള പീസസ്, സൈഡ് പീസസ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് അടുക്കാം. അതെ, ശബ്ദം കേട്ടോ? ഇതാണ് കല്ല് വീഴുന്ന പോലെ ഒരു ശബ്ദം അല്ലേ? പക്ഷെ കല്ലാണെന്നൊന്നും തോന്നരുത് കേട്ടോ. ഇതിന് നല്ല മയമൊക്കെ ഉണ്ടാകും. അത്യാവശ്യം ചൂയി ആയിരിക്കില്ല. നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ലതായിട്ട് വരണമല്ലോ. ഒടിഞ്ഞു വരുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ നല്ല കപ്പലണ്ടി മിഠായി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ടേസ്റ്റി. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കത് പ്രത്യേകിച്ചൊരു സന്തോഷമല്ലേ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ അഴുക്കുണ്ട്, മണ്ണുണ്ട്, ഇത് എവിടെ ഏത് സാഹചര്യത്തിലാണ് ഇത് ഉണ്ടാക്കിയത്, വൃത്തിയായിട്ടാണോ അല്ലാതെയാണോ. പക്ഷെ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്, അത്രയും ഹൈജീനിക് അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഉറപ്പൊന്നും ഇല്ലല്ലോ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. പിന്നെ ഇത് എക്സ്ട്രാ വന്ന സംഭവമാണ്. അപ്പോൾ ടേസ്റ്റിങ് ഇതിൽ നിന്ന് തന്നെ ആകാം അല്ലേ? കഴിക്കാമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല ക്രിസ്പി പോലെ കരുകരുപ്പ്. വെരി നൈസ്. ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് അത് എന്താ പറയുക, കരുകരുപ്പാണ് വേണ്ടത്. ചൂയി ടൈപ്പ് ആവരുത്. ചൂയി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിലൊക്കെ ഇങ്ങനെ ഒട്ടും, അത് പാടില്ല. ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ ഈ ശർക്കരയുടെ പാക് കറക്റ്റാണെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. നൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് വളരെ വളരെ പർട്ടിക്കുലറാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ വെള്ളത്തിലിടുന്ന ടെസ്റ്റ് ചെയ്യാൻ ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഇച്ചിരെങ്കിലും ഒരു സ്റ്റിക്കിനെസ് ഇങ്ങനെ വലിയുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റിലും ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാകും. പക്ഷേ എപ്പോഴും ഒരു ഹാർഡ് ആയിട്ടുള്ളൊരു ബോളായിട്ട് വരണം. ആ ഹാർഡ് എന്ന് പറയുമ്പോൾ വെള്ളത്തിലിടുമ്പോൾ നല്ലതായിട്ട് കട്ടിയായിട്ട് പെട്ടെന്ന് തന്നെ അത് ബോളാകണം. എന്നിട്ട് പുറത്തിടുമ്പോൾ ഇങ്ങനെ ഒരു കല്ലിടുന്ന ശബ്ദം കേൾക്കുന്നത്. ആ ഒരു സ്റ്റേജിലുള്ള സമയത്താണ് കപ്പലണ്ടി ഇട്ട് അളക്കേണ്ടത്. പിന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ നിരത്തും വേണം, കട്ട് ചെയ്ത് മാറ്റുകയും വേണം. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. നല്ല കരുകരുപ്പിനെ കടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു രീതി. അല്ലാതെ ഇങ്ങനെ ചൂയി പല്ലിലൊട്ടുന്ന രീതി ആകരുത്. അത് ഈ ഒരു പ്രൊപ്പോർഷനിൽ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് അയച്ചു തരിക. ഓക്കെ, സന്തോഷം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.